അധ്യയന വർഷം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂൾ ബസ്സുകളും അലക്ഷ്യമായ ഡ്രൈവിംഗും ഇനി വേണ്ട എന്ന കർശനമായ നിലപാടെടുത്തിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. സ്കൂൾ തുറക്കും മുമ്പ് തന്നെ ബസ്സുകളുടെ പരിശോധന കർശനമാക്കാൻ ഒരുക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. സംസ്ഥാനത്തെ സ്കൂൾ ബസ്സുകളുടെയും ഡ്രൈവർമാരുടെയും പരിശോധന ഈ ആഴ്ച ആരംഭിക്കുമെന്നാണ് കരുതുന്നത്. ശാലിനി, എന്താണ് വിശദാംശങ്ങൾ? അലക്ഷ്യമായ ഡ്രൈവിംഗും ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂൾ ബസ്സുകളും വരുത്തിവെക്കുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. ഫലപ്രദമായി നടപ്പാക്കും എന്ന് കരുതുന്നുണ്ടോ? പ്രദീപ് പിള്ള, കഴിഞ്ഞ വർഷം അധ്യയന വർഷം ആരംഭിച്ചപ്പോഴും സമാനമായ രീതിയിൽ പരിശോധനകൾ നടത്തിയിരുന്നു, ഫിറ്റ്നസുകൾ എടുത്തിരുന്നു ബസ്സുകളുടെ. പക്ഷേ അപകടങ്ങൾ തുടർക്കഥയായ ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഘട്ടത്തിലാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ കുറ്റമറ്റ രീതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ആലോചിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ആഴ്ചയിൽ തന്നെ എല്ലാ സ്കൂളുകളുടെയും, സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളുടെയും ബസ്സുകളുടെ കാര്യത്തിൽ ഒരു ഫിറ്റ്നസ് പൂർത്തീകരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ആലോചിക്കുന്നത്. ഈ മാസം അവസാന വാരത്തോടു കൂടി ഫിറ്റ്നസ് പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ ഫിറ്റ്നസ് എടുക്കുന്നത് പൂർത്തീകരിക്കണം. ഒപ്പം തന്നെ ഈ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർ കൃത്യമായ ഒരു പരിശീലന ക്ലാസ്സിൽ കൂടി പങ്കെടുക്കണം എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അവരുടെ ലൈസൻസ്, ഒപ്പം തന്നെ അവരുടെ ആധാർ രേഖകൾ അടക്കമുള്ള കാര്യങ്ങളുമായി എത്തി പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാത്ത ഒരു ഡ്രൈവർമാരും ഇത്തവണ ഈ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ സ്കൂൾ ബസ്സുകളോ മറ്റ് കുട്ടികളെ കൊണ്ടുപോകുന്ന ചെറിയ വാഹനങ്ങളാണെങ്കിൽ പോലും അത് ഉപയോഗിക്കാൻ പാടില്ല, ഓടിക്കാൻ പാടില്ല എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിലുള്ള അപകടങ്ങൾ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടി കൃത്യമായി ശക്തമായി നടപ്പാക്കും എന്ന് തന്നെ നമുക്ക് അത്തരം പരിശീലനങ്ങളും ഒപ്പം ഈ നടപടികളും കാര്യക്ഷമമായി തന്നെ മുൻപോട്ട് പോകട്ടെ. കാരണം ഇത്തരം അപകടങ്ങളിൽ പൊലിയുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവനാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയിട്ടുള്ളത്.